അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. എൻ്റെ ഈ വോയിസ് പൂർണ്ണമായും എല്ലാവരും കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പല ആളുകളും ചോദിക്കാറുണ്ട്, വീട്ടിൽ ജിന്നിൻ്റെയും ശൈത്താൻ്റെയും ഉപദ്രവമുണ്ട്, വീട്ടുവളപ്പിൽ ബുദ്ധിമുട്ടുണ്ട്, ചില ആളുകൾക്ക് ശൈത്താൻ്റെയും ജിന്നിൻ്റെയും ഒക്കെ ഉപദ്രവമുണ്ട്. ഈ ഉപദ്രവത്തിൽ നിന്ന്, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ച് പല ആളുകളും വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പം ചില ആളുകളൊക്കെ പറയാറുണ്ട്, എൻ്റെ വീട്ടിലൂടെ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തുകൂടെ പോക്ക് വരവിൻ്റെ പ്രശ്നമുണ്ട് എന്ന്. പോക്ക് വരവ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ്റെ പോക്കുണ്ട്. അപ്പോൾ ഈ ശൈത്താൻ്റെ ജിന്നിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് തീരാൻ, ആ പോക്ക് വരവിനെ തടഞ്ഞു നിർത്താൻ ഉള്ള ഒരു വഴിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ പോക്ക് വരവ് ജിന്നിൻ്റെയും ശൈത്താൻ്റെയും ബുദ്ധിമുട്ട് നമ്മളെ വീട്ടിലോ വീട്ടു പരിസരത്തോ നമ്മിലോ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ പല വിഷമങ്ങളും ഈ ശൈത്താൻ്റെ ജിന്നിൻ്റെ ഉപദ്രവങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു പണിയാണ് ഇന്ന് നാം പറയുന്നത്. നമ്മളെ സ്ക്രീനിലുണ്ടാകും അതിന് എഴുതേണ്ട ഒരു കാര്യം. സ്ക്രീനിൽ എഴുതി ഉള്ളതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചെമ്പിൻ്റെ തകിട് വാങ്ങിയിട്ട് അതിലെഴുതുക. 4 ചെമ്പിൻ്റെ തകിട്, ഒരു 6 വിരൽ വീതിയുള്ള ചെമ്പിൻ്റെ 4 തകിട് വാങ്ങിയിട്ട് അതിൽ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതണം. എഴുതിയിട്ട് വീടിൻ്റെ പുറം ഭാഗത്ത് 4 മൂലയിൽ കുഴിച്ചിടുക. അതുപോലെ നമ്മുടെ വീടിന് ഉൾക്കൊള്ളുന്ന സ്ഥലമുണ്ടാവും, നമ്മുടെ പറമ്പ്, വീടിൻ്റെ സ്ഥലങ്ങൾ, ആ സ്ഥലത്തിൻ്റെ 4 മൂലയിലും ചെമ്പ് തകിടിൽ എഴുതി കുഴിച്ചിട്ടാൽ ആ ഭാഗത്തുകൂടെ വരുന്ന, വീടിൻ്റെ സൈഡിലൂടെ വരുന്ന, വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഭാഗത്തിലൂടെ വരുന്ന ജിന്നിൻ്റെയും ശൈത്താൻ്റെയും ഉപദ്രവം നമുക്ക് മാറിക്കിട്ടും. ഇൻഷാ അല്ലാഹ് ഇത് നല്ല സമയം നോക്കിയിട്ട്, നല്ല ദിവസം നോക്കിയിട്ട്, ഒളുവോടുകൂടി ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം ഇത് എഴുതാൻ. ഇത് കുഴിച്ചിട്ടതിന് ശേഷം 67 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം. ഇത് കുഴിച്ചിട്ടാൽ മാത്രം പോരാ, ഇത് നല്ല രീതിയിൽ എഴുതുകയും 4 മൂലയിൽ കുഴിച്ചിടുകയും, കുഴിച്ചിട്ട ഉടനെ തന്നെ 67 തവണ ആയത്തുൽ കുർസി ഓതണം. ഇനി ഇതിൻ്റെ ഇജാസിയത്ത് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി. ഇതിൻ്റെ ഉപദ്രവമുള്ളവർ മാത്രം ഇജാസിയത്ത് ചോദിച്ചാൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഇജാസിയത്ത് നൽകുകയും നിങ്ങൾക്കത് എഴുതുകയും അതുപോലെ കുഴിച്ചിടുകയും നമ്മളെ വീടുകളിലും നമ്മളെ പറമ്പുകളിലും ഞങ്ങളുടെ കടകളിലും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ശൈത്താൻ്റെയും ജിന്നിൻ്റെയും പ്രശ്നങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ചെയ്താലും മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ആ വോയിസ് പൂർണ്ണമായി കേൾക്കുക, ഇതുപോലെ എഴുതി വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.